ഹലോ. ഹയർ സെക്കൻഡറി +1 പ്രവേശനം തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ഓൺലൈനായി തന്നെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അവിടെ ഇടതുഭാഗത്ത് കാണുന്ന കാനഡയിൽ ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ 10 അക്ക ആപ്ലിക്കേഷൻ നമ്പർ യൂസർ നെയിമായും തൊട്ട് താഴെ പാസ്വേഡ്, നേരത്തെ ഉള്ള പാസ്വേഡ് തെറ്റാതെ എൻ്റർ ചെയ്ത് അവിടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന പച്ച ബട്ടൺ ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും ബന്ധപ്പെട്ട സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. 3-ാം അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം എന്നൊരു സംവിധാനം ഉണ്ടായിരിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണം. ജൂൺ 19 മുതൽ ജൂൺ 21 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്ന സമയത്ത് തയ്യാറാക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ. വിദ്യാർത്ഥികൾ തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC, ദെൻ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ CC. അതോടൊപ്പം തന്നെ കോപ്പി ഓഫ് SSLC മാർക്ക് ലിസ്റ്റ്. ബോണസ് പോയിന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന് സമർപ്പിക്കേണ്ടത്. 3-ാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എന്നൊരു സംവിധാനം ഇല്ല. പ്രവേശനം ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും സ്ഥിരപ്രവേശനം നേടണമെന്ന് അറിയിക്കുന്നു. നേരത്തെ മറ്റ് സ്കൂളുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ, മറ്റ് സ്കൂളുകളിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും അവിടെ നൽകിയിട്ടുള്ള എല്ലാ ബന്ധപ്പെട്ട ഒറിജിനൽ രേഖകളും അവിടെ നിന്ന് വാങ്ങി തിരിച്ച് പുതിയ സ്കൂളിലാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ ആ സ്കൂളിലേക്ക് നേരിട്ട് രക്ഷിതാവിൻ്റെ സഹിതം ചെന്ന് പ്രവേശനം ഉറപ്പാക്കണമെന്ന് അറിയിക്കുന്നു. 1-ാം അലോട്ട്മെൻറ്റിലും 2-ാം അലോട്ട്മെൻറ്റിലും താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ 3-ാം അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. 3-ാം അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സ്കൂളുകളോ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട കോഴ്സ് കോമ്പിനേഷനുകളോ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ പ്രവേശന നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ഒഴിവുള്ള സ്കൂളുകളിലേക്ക്, ഒഴിവുള്ള കോമ്പിനേഷൻ കോഡുകളിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അതിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്കൂൾ ട്രാൻസ്ഫർ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ സർക്കാർ അനുവദിക്കുന്നതാണ്. അഥവാ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ, ഒരു സ്കൂൾ ലഭിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അവർക്ക് പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതായാലും അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ബന്ധപ്പെട്ട രേഖകൾ സഹിതം രക്ഷിതാവിനോടൊപ്പം 19 രാവിലെ 10 മണി മുതൽ ജൂൺ 21 വൈകിട്ട് 5 മണിക്കുള്ളിൽ ബന്ധപ്പെട്ട സ്കൂളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം ഉറപ്പാക്കണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു.